പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി. മുന്നിട്ട് നിൽക്കും. ഇത്തവണ കണ്ണാടിയിലും മാത്തൂരിലും ബി.ജെ.പി. മുന്നിട്ട് നിൽക്കും. അപ്പോൾ പിരായിരിയിൽ ഇനി അഥവാ യു.ഡി.എഫ്. മുന്നിട്ട് നിന്നാലും അതിനെ വലിയ തോതിൽ മറികടക്കാൻ, ചെറിയ തോതിലല്ല വലിയ തോതിൽ മറികടക്കാൻ സാധിക്കും. ഇന്ത്യൻ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി, അതായത് ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെട്ട പാർലമെന്റ് മന്ദിരം നിൽക്കുന്ന സ്ഥലം വഖഫിന്റെയാണെന്ന് പരസ്യമായിട്ട് മുസ്ലിം മതപണ്ഡിതൻ പ്രഖ്യാപിച്ചിരിക്കുക. ഡൽഹിയിലെ ഗവൺമെന്റ് ഓഫീസുകൾ നിൽക്കുന്ന മിക്കവാറും എല്ലാ ഭൂമിയും വഖഫാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മുനമ്പം മാത്രമല്ല, ദിസ് ഈസ് എൻ ഓൾ ഇന്ത്യ ഇഷ്യൂ, അഖിലേന്ത്യാ വിഷയമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ചേട്ടാ പാലക്കാട്? സാധ്യതകൾ ബി.ജെ.പിക്ക് അനുകൂലമാകും? പാലക്കാട് ശ്രീ സി കൃഷ്ണകുമാർ നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കും. ഉറപ്പാണ്? 100%. കഴിഞ്ഞ വട്ടങ്ങളിലെല്ലാം ഇതുപോലെ ഒരു സാധ്യത എല്ലാ വട്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം പരാജയപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് CPM പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരു ഓട്ടുമറിക്കുന്നൊരു അവസ്ഥ വന്നു എന്നുള്ളൊരു ആരോപണം പരാജയപ്പെട്ടതിന് ശേഷം ബി.ജെ.പി. ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യത ഇത്തവണയുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ അവർ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇത്തവണയും അവരങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ പത്തനംതിട്ടയിലെ CPM-ന്റെ ജില്ലാ പേജിൽ വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരസ്യമൊക്കെ അത്തരത്തിലുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് ചെയ്താലും അതിനെയും മറികടക്കാനുള്ള തന്ത്രങ്ങൾ ബി.ജെ.പി. ആവിഷ്കരിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ കൽപ്പാത്തി ക്ഷേത്രം അടങ്ങുന്ന പ്രദേശങ്ങളടക്കം വഖഫ് ബോർഡിന്റെ ഒരു സംവിധാനത്തിന് ഭാഗമാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാണോ? കൽപ്പാത്തി മേഖലയിലും നൂറിനി മേഖലയിലുള്ള ഗ്രാമങ്ങളിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ള ഒരു ശക്തമായ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ പാലക്കാട് മാത്രമല്ല, ഇപ്പോൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും അതിൻ്റെ പരിസരത്തുള്ള 600 ഏക്കർ സ്ഥലവും വഖഫിൻ്റെ ആണെന്നുള്ള ഒരു അവകാശവാദം പരസ്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വഖഫ്, പുരാതനമായ ഹിന്ദു ക്ഷേത്രങ്ങൾ, പുരാതനമായ ഹൈന്ദവ സെറ്റിൽമെൻറ്റുകളൊക്കെ തങ്ങളുടേതാണെന്നുള്ള രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കേന്ദ്ര സർക്കാർ അതിനു വേണ്ട ഉചിത നടപടികളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു നീക്കമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനെ തടയാൻ ബി.ജെ.പിക്ക് സാധിക്കും. പിരായിരി പോലെയുള്ള പഞ്ചായത്തുകൾ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള പഞ്ചായത്താണ്. അപ്പോൾ കഴിഞ്ഞ വട്ടങ്ങളിലെല്ലാം UDF-ന് വലിയ രീതിയിലൊരു വോട്ടിംഗ് ശതമാനം അവിടെ നിന്ന് വർദ്ധിപ്പിക്കാനും ഒരു ലീഡ് ചെയ്യാനും സാധിച്ചിരുന്നു. അത് ബി.ജെ.പിയുടെ ഒരു പരാജയത്തിലേക്ക് പോയിരുന്നു. ഇത്തവണയും അങ്ങനെ ഒരു സാഹചര്യം ഈ പറയുന്ന പഞ്ചായത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബി.ജെ.പിയെ ബാധിക്കാനുള്ള സാധ്യതയില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി. മുന്നിട്ട് നിൽക്കും. ഇത്തവണ കണ്ണാടിയിലും മാത്തൂരിലും ബി.ജെ.പി. മുന്നിട്ട് നിൽക്കും. അപ്പോൾ പിരായിരിയിൽ ഇനി അഥവാ UDF. മുന്നിട്ട് നിന്നാലും അതിനെ വലിയ തോതിൽ മറികടക്കാൻ, ചെറിയ തോതിലല്ല വലിയ തോതിൽ മറികടക്കാൻ സാധിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. പാലക്കാട് ഞങ്ങൾ വർഗീയതക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിരുന്നു. എന്താണ് അതിനോട് പറയാനുള്ളത്? അത് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരുന്നു. പിന്നെ പ്രത്യേകിച്ച് വർഗീയതക്കെതിരെ കോൺഗ്രസ്സുകാർ സംസാരിച്ച് ബുദ്ധിമുട്ടണം എന്നില്ല. അവരുടെ അഖിലേന്ത്യാ നേതാവ് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലെ സംവരണത്തിന് വേണ്ടി വാദിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. പിന്നെ എന്ത് വർഗീയതക്കെതിരെ കോൺഗ്രസ്സുകാർ എന്ത് പറയാൻ? ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് വിഷയത്തിൽ ബി.ജെ.പി. വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു ആരോപണം നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ LDF-ഉം. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഒരു വലിയ ആശങ്ക ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബി.ജെ.പി. പറഞ്ഞാൽ ഇല്ലെങ്കിൽ അത് വന്നിട്ടില്ല. മുനമ്പത്തെ ഒരു വിഷയം മാത്രമല്ലല്ലോ വഖഫുമായി ബന്ധപ്പെട്ടിട്ട്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറയിലെ 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രത്തിനെതിരെ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ച് കൈവശപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? കർണാടകയിലെ കർഷകരുടെ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? ഇന്ത്യൻ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി, അതായത് ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെട്ട പാർലമെന്റ് മന്ദിരം നിൽക്കുന്ന സ്ഥലം വഖഫിന്റെയാണെന്ന് പരസ്യമായിട്ട് മുസ്ലിം മതപണ്ഡിതൻ പ്രഖ്യാപിച്ചിരിക്കുക. ഡൽഹിയിലെ ഗവൺമെന്റ് ഓഫീസുകൾ നിൽക്കുന്ന മിക്കവാറും എല്ലാ ഭൂമിയും വഖഫാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മുനമ്പം മാത്രമല്ല, ദിസ് ഈസ് എൻ ഓൾ ഇന്ത്യ ഇഷ്യൂ, അഖിലേന്ത്യാ വിഷയമാണ്. പാലക്കാടിനെ മാത്രം ബാധിക്കുന്നതല്ല. അല്ലല്ല, ഇത് അഖിലേന്ത്യ. അതുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നിന്ന് കിട്ടിയ വലിയൊരു പിന്തുണയുണ്ട്. അത് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റാത്തതല്ല. ആ ഒരു പിന്തുണ പാലക്കാട് ഈ കൃഷ്ണകുമാറിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളായിട്ടും ഹിന്ദുക്കളായിട്ടും വേർതിരിക്കേണ്ട.
സബ്കാ സാത്ത് സബ്കാ വികാസ് 2047 വികസിത ഭാരതം ആഗ്രഹിക്കുന്ന എല്ലാവരും നരേന്ദ്രമോദിയെയും മോഡിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കും. തൃശ്ശൂരിൽ സംഭവിച്ചു, പാലക്കാട് സംഭവിക്കും, ഭാവിയിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സംഭവിക്കും. സ്വാഭാവികമാണ്. ഇത് സ്വാഭാവിക മാറ്റമാണ്. കേരളം മാറുകയാണ്. ഈ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സരിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ആരോപണം പറയുന്നത് അദ്ദേഹം CPM-ലേക്ക് ഇപ്പോൾ വന്നതിന്റെ പേരിൽ CPM-കാർ പോലും വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് UDF-ന് അനുകൂലമാകുമോ BJP-ക്ക് അനുകൂലമാകുമോ? സരിന് വോട്ട് ചെയ്യാൻ വിഷമമുള്ള CPM-കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വെറുതെ നിങ്ങളുടെ വോട്ട് കോൺഗ്രസിന് ചെയ്ത് പാഴാക്കണ്ട. അത് C കൃഷ്ണകുമാറിന്, പാലക്കാടിന്റെ ഈ നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി C കൃഷ്ണകുമാറിന് താമര അടയാളത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ SDP ഇപ്പോൾ ഈ തവണ പാലക്കാട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് LDF-നാണ്. കഴിഞ്ഞ വട്ടം പാർലമെന്റ് ഇലക്ഷനിൽ ഇതേ SDP കോൺഗ്രസിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ, RSSന്റെ പ്രചാരകൻ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ജിഹാദി ഭീകരവാദികൾക്കെതിരെ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇവരുടെ വോട്ട് LDF UDF ഒക്കെ മാറി മാറി സ്വീകരിച്ചിട്ടുണ്ട്. 2009 മദനിയെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇരുന്നിട്ടുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിനാണ് അവർ പിന്തുണ കൊടുത്തത്. ഈ 19 24 അവർ കോൺഗ്രസിനാണ് പിന്തുണ കൊടുത്തത്. SDPI കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിനെ പിന്തുണ കൊടുത്ത്. കർണാടകയിൽ സ്ഥിരമായി അവരെ പിന്തുണ കോൺഗ്രസ്സുകാർ വാങ്ങാറുണ്ട്, പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ലയിലൊക്കെ. ഇവർ രണ്ടു കൂട്ടരും അക്കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടരും ഒറ്റക്കെട്ടാണ്. ഇവർ തീവ്രവാദ ശക്തികളുടെ വോട്ട് സ്വായത്തമാക്കാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുന്നവരാണ്. ഇപ്പൊ ഇത്തവണ അവിടെ പിന്തുണച്ചു, അടുത്ത തവണ ഇവിടെ പിന്തുണച്ചു, അത്രയേ ഉള്ളൂ. രണ്ടും കണക്കാണ്, UDF LDF. അവസാനമായിട്ട് ഈ കോൺഗ്രസും CPM-ഉം വഖഫ് ബോർഡ് വിഷയത്തിൽ ഒരു തരത്തിലും അവരുടെ പ്രചരണ വേദികളിൽ മുനമ്പത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള പിന്തുണയും മുനമ്പത്തെ ജനങ്ങൾക്കുണ്ടാകുമെന്ന് പരസ്യമായിട്ട് പറയാത്തത് എന്തുകൊണ്ടാണ്? ഇവരാരെയാണ് ഭയപ്പെടുന്നത്? അല്ല, അവര് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവർ ഇത്തരത്തിലുള്ള വഖഫിന്റെ അന്യായമായ അധിനിവേശത്തിനെതിരെ അതിന്റെ സാഹചര്യം ഇതാണ്. 1995 പാസ്സാക്കിയ നരസിംഹറാവു സർക്കാർ പാസ്സാക്കിയ നിയമം, അതിലെ സെക്ഷൻ 40 പ്രത്യേകിച്ചിട്ട് അത് റദ്ദാക്കാനുള്ള നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ അത് അവതരിപ്പിച്ച് JPC-ക്ക് വിട്ട സാഹചര്യത്തിൽ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയില്ലേ. ഇനി അവർക്ക് എന്ത് പറയാൻ പറ്റും? അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർ വഖഫിന്റെ കൂടെയാണ്, അധിനിവേശ ശക്തികളുടെ കൂടെയാണ്, സാധാരണക്കാരന്റെ കൂടെയല്ല. അപ്പൊ ആ തീരുമാനം അവരെടുത്തു കഴിഞ്ഞു. ഇനി അവർക്കൊന്നും പറയാനില്ല. അവർ കൊണ്ടുപോയി ചാടിക്കഴിഞ്ഞു. വഖഫിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. BJP സംരക്ഷിക്കും. BJP ഉണ്ടെങ്കിൽ, നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ അതിനെ തടയാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. 100%. അതുകൊണ്ട് ജനങ്ങളോടുള്ള വാക്കാണ് BJP. പിന്നല്ലാണ്ട് BJP ഒരു കാര്യം പറഞ്ഞതല്ലേ, അത് കല്ലിൽ കൊത്തിവെച്ച പോലെയല്ലേ.